ഒരൊറ്റ ഒരുത്തൻ ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. എന്റെ വിഷമങ്ങളൊക്കെ ഞാൻ ആരോട് പറയും? അണ്ണാ, അണ്ണന്റെ വിഷമം കേൾക്കാൻ ഞാൻ ഉണ്ടണ്ണ. അണ്ണാ, വലിയ വയറും ഓട്ടയുള്ള വായുവായിട്ട് എന്നും അണ്ണന്റെ കൂടെ ഉണ്ടാവും. നീ ഏതടാ? അയ്യോ കയറ്റി ഒഴിച്ചല്ലണ്ണ. എന്റെ ചങ്ക് കത്താനായിട്ട് ഒഴിച്ചു വെച്ചാടാ. ഓ, നിങ്ങളെ വിഷമം പറയാ. എന്റെ വിഷമം കേൾക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ. എന്റെ ജീവിതവും ബിസിനസ്സും ഒക്കെ തകർന്നടാ. ഞാൻ ആത്മഹത്യയുടെ വക്കില. സെയിം പിച്ച്. നിന്റെ ബിസിനസ്സും ഒക്കെ തകർന്ന? പൊട്ടി പാളിസായില്ലേ? എന്തൊരു ബിസിനസ് തുടങ്ങിയത്? ഞാനാ മീന്റെ പരിപാടി. നല്ല പരിപാടിയല്ലേ ഇത്? ഓ, കുറെ കരിമീൻ കുഞ്ഞുങ്ങളെ മാറ്റിട്ട് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലെ തോട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഞാൻ തീറ്റ ഇട്ട് കൊടുത്ത് തീറ്റ എടുത്തു കൊടുത്തിട്ട് അത് നാട്ടുകാർക്ക് തീറ്റയായി. പൊട്ടിപ്പോയി. ഓ, കറിക്ക് പോലും ഒരെണ്ണം കിട്ടിയില്ല. അണ്ണാ, നിങ്ങളുടെ ബിസിനസ് പറയും. പറയണ്ടേ, ഞാൻ ആദ്യം ഒരു പപ്പട കട തുടങ്ങി. അയ്യോ, പൊടിയാണ് പരിപാടി ആദ്യം ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, അതെ, വിചാരിച്ച പോലെ അങ്ങോട്ട് പൊങ്ങിയില്ല. എണ്ണ ചൂടാവാത്തോണ്ട്. പപ്പടമല്ലടാ, ബിസിനസ് പൊങ്ങിയില്ലെന്ന്. ഓ, അങ്ങനെ അങ്ങനെ അങ്ങനെ. വേറെ എന്തുവാ, ഞാൻ പിന്നെ ഈ പപ്പടം എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ബിസിനസ് പൂത്തുലയണേന്ന് വിചാരിച്ചൊരു ബേക്കറി തുടങ്ങി. പൂത്തുലഞ്ഞാ? ആ, ബേക്കറിയിലെ ലഡുവും ജിലേബി എല്ലാം അതുപോലെ കഷ്ടമായി പോട്ടാ. അതിന്റെ ക്ഷീണത്തിലേ ഞാൻ വീണ്ടും പൂക്കല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു ചെടിയുടെ നഴ്സറി തുടങ്ങി. എന്നിട്ട് ഒരൊറ്റ ചെടി പൂത്തില്ല. ഓ, അങ്ങനെ അങ്ങനെ. അണ്ണാ, ഇതുപോലത്തെ പരിപാടിയൊന്നും തുടങ്ങല്ലേ അണ്ണാ. ഈ ന്യൂജം പിള്ളേരെ പിടിക്കുന്ന പരിപാടി എന്തെങ്കിലും തുടങ്ങണമായിരുന്നു. അത് നോക്കിയിടേ ഞാനങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. സൂപ്പർ പരിപാടിയല്ലേ അണ്ണാ. യൂട്യൂബ് ചാനൽ കൊണ്ട് എത്ര എണ്ണോന്നറിയാം പൈസ ഉണ്ടാക്കണം. ആ ആലിസ, മറ്റേ ശ്രുതിയ, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ 5-10 ലക്ഷമൊക്കെ സബ്സ്ക്രൈബേഴ്സും കൊണ്ട് നടക്കണത്. അവരുടെ കാര്യം നോക്കിക്കോട്ടെ, ഞാൻ എന്റെ കാര്യം പറയാം. എന്റെ ഒരു മാമനുണ്ട് കേട്ടോ, പുള്ളിക്ക് ഇതിനെ കുറിച്ച് നല്ല ഗ്രാഹ്യ. പുള്ളിയുടെ നല്ല കണ്ടന്റ് ഉണ്ട്. അത് കാണുമല്ലോ. നീ പുള്ളിയുടെ കണ്ടന്റ് കണ്ടുണ്ടോ? അണ്ണാ, നിങ്ങളെ 2 പെഗ് വാച്ച് അടിച്ചെന്ന് പറഞ്ഞ നിങ്ങളെ മാമന്റെ കണ്ടന്റ് ഒന്നും എനിക്ക് കാണാൻ. ഒന്നൊന്നര കണ്ടന്റാടാ. എന്നും വെച്ച് ഞാൻ പോയി കാണണോ അണ്ണാ? നീ എന്താ ഉദ്ദേശിച്ചാ? യൂട്യൂബ് കണ്ടന്റ് കാര്യമാണ് ഞാൻ പറഞ്ഞ. യൂട്യൂബ് ആയിരുന്ന കട്ടായി പോയണ്ണ. ഈ യൂട്യൂബ് കണ്ടന്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ? ഒരു പ്രയോജനമില്ല. പിന്നെ അതിൽ തൂങ്ങി കിടക്കണ എന്തിനാ പറഞ്ഞിട്ട്? നിങ്ങളെ വീട്ടുകാരെ കുറിച്ച് പറയും. വീട്ടുകാരെ കാര്യം ആലോചിക്കുമ്പോ എനിക്കങ്ങ് വിഷമമാടാ. അണ്ണാ, നിങ്ങളെ വിഷമം എന്റെ വിഷമമാണ്. ജോ എടുത്ത് ഇത് പോയി. അണ്ണാ, നിങ്ങൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല അണ്ണാ. നീ ഒരു കാര്യം ചെയ്യ, എനിക്കൊരു 30 വിഷമം ഒഴി. അണ്ണാ, ഇത്ര വിഷമം മതി അണ്ണാ. കുറച്ച് വിഷമം, നല്ല വിഷമം ഉണ്ടായിരിക്കും. ഇതിൽ കൂടുതൽ വിഷമം വേണോ അണ്ണാ? ഞെടി അണ്ണാ, ഇത്ര വിഷമൊന്നും കൊണ്ടു കിടക്കല്ലേ അണ്ണാ, മുതലാവൂല. പിന്നെ ജീവിതം എന്ന് പറഞ്ഞാ ഈ സോഡ പോലെ. സോഡ പോലെ? ആ, നിന്റെ ഗ്യാസ് തീർന്നവന്റെ പച്ച വെള്ളമല്ലേ ഇവിടെ. ഓ, പുല്ല് വന്ന് ഇരുന്നും പോയി. ഞാനേ എന്റെ മാമന്റെ മോളെ കല്യാണം കഴിച്ച്. മറ്റേ കണ്ടന്റ് മാമനാ? കണ്ടന്റ് മാമനല്ലേ, വീട്ടിനടുത്തുള്ള കണ്ടത്തിലെ മാമൻ. ഫാമിലി മൊത്തം മാമന്മാരാണ്. നീ എന്ത് ഉദ്ദേശിച്ചത്? അങ്കിൾ അങ്കിൾ അങ്കിൾ. നല്ല അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിലേ നല്ല മാമാരെ കിട്ടും. നിനക്ക് മാമനുണ്ടോ? എനിക്കൊന്നുമില്ല. 30 വിഷമം ഒഴിച്ച് കഴിക്കും. എന്റെ ഭാര്യ ഉണ്ടല്ലോ, മാമന്റെ മോള്, അവക്ക് ഭയങ്കര സംശയോടെ. എന്തിനാണ്? എന്റെ വീടിന്റെ തൊട്ടടുത്ത ഷീല ചേച്ചിയുടെ വീട്. ഷീല ചേച്ചി ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്. ഷീല ചേച്ചി ഞാനും ഒക്കെ നല്ല സഹകരണ കൊച്ചുനാള് മുതല്. കാണും കാണും കാണും. ഇപ്പൊ എന്റെ ഭാര്യക്കൊക്കെ സംശയമാ ഞാനും ഷീല ചേച്ചിയായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന്. അത് മോശമായിപ്പോ. അത് ശരിയല്ല അണ്ണ. ശരിയാണ്, ചെറിയ ബന്ധമുണ്ട്. അപ്പൊ നിങ്ങളെ നാട്ടിലെ പപ്പുമോൻ നിങ്ങളാണല്ലേ? ശോഭ ചേച്ചിക്ക് ഒരു പപ്പുമോനുണ്ട്. അപ്പൊ ഷീല ചേച്ചിയുടെ പപ്പുമോൻ അണ്ണനായിരിക്കും അല്ലേ? അവിടെ അതൊന്നുമല്ല. ഞാൻ ഈ സംശയം കാരണം ഉണ്ടല്ലോ, അവിടുന്ന് വീടങ്ങ് മാറി. ഭാര്യയായിട്ടാ? ഇല്ല, ഷീല ചേച്ചിയായിട്ട്. ഇപ്പൊ അവക്ക് സംശയോടാ. ഭാര്യ? ഇല്ല, ഷീല ചേച്ചി. എന്തിന്? ഞാനും എന്റെ ഭാര്യയായിട്ട് എന്തോ ബന്ധമുണ്ട്. അണ്ണാ, ദൃശ്യം സീരിയസിൽ പോലും ഇത്രയും ട്വിസ്റ്റ് ഇല്ല. ഞാനല്ല ഇതിന്റെ നടുക്ക് കിടന്ന് ഞാനങ്ങ് അനുഭവിക്കുകയാടാ. ഓ, ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് കിടന്ന വല്ലാത്ത അനുഭവമായിരിക്കും. നിനക്ക് മനസ്സിലായില്ലേ? അത് കണക്ക് കിടന്നങ്ങ് അനുഭവിക്കുക. എനിക്ക് ആത്മഹത്യ ചെയ്യണം. അണ്ണാ, നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്തോളി. ഇവർ രണ്ടുപേരും കേസ് ഞാൻ ഏറ്റി.
എന്റെ വായിന്ന് വല്ലതും വീണായിരുന്നു. നിന്റെ വായിന്നൊന്നും വീണില്ല, 2 എണ്ണം നിന്റെ വായിലോട്ട് പോയി, 2 പെഗ് അതിന്റെയാ. എടാ ഞാൻ സീരിയസ് ആയിട്ട് പറയുക, എനിക്ക് ആത്മഹത്യ ചെയ്യണം. എടാ നിങ്ങൾ എങ്ങനെയാണ് ആത്മഹത്യ നോക്കിയത്? ഞാൻ ആത്മഹത്യ തീരുമാനിക്കുന്നതേ കഴുത്തി കയറൊക്കെ കെട്ടി വാരി തൂങ്ങി മരിക്കാൻ തീരുമാനിച്ചു. കഴുത്തിൽ കയറ് കെട്ടി ഫാനിൽ തൂങ്ങി മരിക്കാൻ? അണ്ണാ നാക്കൊക്കെ വെളിയിലോട്ട് ചാടി കണ്ണൊക്കെ പുറത്തോട്ട് തള്ളി ഇത്രയില്ല അകത്തോട്ടിട്. എന്നിട്ട് നിങ്ങളെ എടുത്തോണ്ട് വന്ന് വീട്ടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കിടത്തും. ഈ പാക്കറ്റ് പൊട്ടിയ അച്ചാർ പോലത്തെ ഐറ്റം കണ്ടിട്ട് നിങ്ങൾ എന്നെ പറയും അയ്യോ മ്ലേച്ചോ. വേണ്ട ഒരു കാര്യം ചെയ്യ്, വിഷം കഴിച്ച് മരിച്ചാലോ? സൂപ്പർ ഐഡിയ. പക്ഷെ മരിക്കണം. മരിച്ചില്ലെങ്കിലോ? നമ്മളെ വീട്ടിന്റെ അയൽവക്കം ഒരു പയ്യനുണ്ട്, അവ ഇതുപോലെ വിഷം അടിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് എന്റെ പൊന്നെ കാല് രണ്ടും ഇങ്ങനെ വികസിച്ചു വെക്കും. എന്നിട്ട് 1.5 ഇഞ്ചിന്റെ പൈപ്പ് ഉണ്ടല്ലേ, ഗ്ലൗസ് ഇട്ട കൈയിട്ട് കുത്തി അങ്ങ് കയറ്റും. 1.5 ഫോഴ്സിന്റെ മോട്ടർ ഉണ്ടല്ലോ, അതിട്ടായിരിക്കും ആ പൈപ്പിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അടിക്കണത്. അയ്യോ എന്തൊക്കെ ഏതൊക്കെ സൈഡിൽ കൂടെ കേറി പോകുന്നു ഒരു പിടുത്തോ ഇല്ല. അയ്യേ അണ്ണാ, ഈ ആത്മഹത്യ എന്നൊക്കെ പറയണതേ ഭയങ്കര വേദനയാണ്. എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്ന തന്നെ ഭയങ്കര വേദന തന്നല്ലേ അണ്ണാ? ഓ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടണ സാധനമല്ല അണ്ണാ. എന്തൊരു ചെയ്യൂടെ? ശരി, നിങ്ങളെ ഫോണിൽ അലാറം ഉണ്ടോ? ഉണ്ട്. രാവിലെ ഒരു 5:30 മണിയിൽ സെറ്റ് ചെയ്യണം, എഴുതിക്കണം. കുളിച്ച് കുട്ടപ്പനായിട്ട് ഒരു വാഴയില ഇങ്ങനെ വെട്ടിവെക്കണം, കുറച്ച് ചോറിടണം, കുറച്ച് അച്ചാർ, കുറച്ച് ചമ്മന്തി, കുറച്ച് ഇടിച്ചക്കത്തോരൻ, ഒരു മുട്ട പൊരിച്ചതൂടെ അതിന്റെ കൂടെ വെച്ചാൽ നന്നായിരുന്നു. അതുകൂടെ വെച്ച് ബാഗിനകത്ത് വെക്കണം. ചേച്ചി പണിക്ക് പോണ്ട, ആത്മഹത്യ ചെയ്യാൻ പോണം. ആത്മഹത്യ അവൻ രാവിലെ തൊട്ട് വൈകിട്ട് വരാ കുടിച്ച് നാട്ടുകാർക്കും കൊള്ളൂല, വീട്ടുകാർക്കും കൊള്ളൂല. അവൻ കിളട്ട് കുടിക്കാരെ അവൻ നന്നാക്കണം. അവൻ ഇടാ പോടാ വീട്ടിൽ. നിനക്ക് വല്ല പണിയുണ്ടോ? എനിക്കൊന്നുമില്ല, ഇതൊക്കെ തന്നെ. സൈസണ്ണ, നിങ്ങളെ മോൻ കണ്ടാ അറിയാം എന്തോ ഒരു വിഷമം ഉണ്ടെന്ന്. അവന്റെ ഒരു ഉപദേശം എന്റെ വാവല്ലാതെ വരും. എന്റെ വിഷമം ഞാൻ ആരോട് പറയൂടെ? അണ്ണന്റെ വിഷമം എന്നോട് പറയണം. ഒരു 90 വഴി. നീ ഏതാടെ? അണ്ണന്റെ മുഖം കാണാൻ പറയാണ് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് അണ്ണാ ശീല ചേച്ചിയുടെ കഥ ഒന്ന് പറഞ്ഞാ. ഈ സ്കിറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സാധനത്തിന്റെ മറ്റേ പൊളിച്ചു മാറ്റില്ല. അതായത് സിമ്പിൾ ആയിട്ട് ഇരുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണ് ക്ലാസിക് പ്ലേ. നല്ലതായിരുന്നു. ഓട്ടത്തിന് ചാട്ടത്തിന് ഒരു ആവശ്യമുണ്ട്. കസര പറക്കി എടുത്തു, ഒരു കുപ്പി എടുത്തു, 2 ഗ്ലാസ് എടുത്ത് വയ്ക്കുന്നു, അടിച്ചിട്ട് കാര്യം പറഞ്ഞു പോകുന്നു. ചേച്ചി കൃഷ്ണരാജ്, ഞാൻ ലാസ്റ്റ് ടൈം നിങ്ങളുടെ ഈ ഒരു ഡയലോഗ് ഡെലിവറി ശൈലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര സിമ്പിളാണ്. അതേ രീതിയിൽ തന്നെ അതെനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ്. അതേ രീതിയിൽ നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്ത ആരിഫ് സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. ആരിഫ് ഭയങ്കര നല്ല ഫ്രണ്ടാണെങ്കിൽ ഫ്രണ്ടാണ്, ദുഷ്മനാണെങ്കിൽ ദുഷ്മനാണ്, യുനോ. പക്ഷെ എല്ലാം കിട്ടണ സാധനം എല്ലാം അങ്ങനെ വാങ്ങി എല്ലാം വിഴുങ്ങി എല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് അടുത്ത ടേബിളിലേക്ക് പോകും. അത് ഭയങ്കര ഭയങ്കര ക്യൂട്ട്, നല്ല ആശയായിരുന്നു. പക്ഷെ നമ്മളുടെ മറ്റേ ചേട്ടൻ ശ്യാമേട്ടൻ വന്നപ്പോഴാണ് അതൊരു സർപ്രൈസ് ആയത്. അത് നല്ലൊരു ട്വിസ്റ്റ് ആയിരുന്നു. സൂപ്പർ, നല്ല ഒരു പെർഫോമൻസ് നിങ്ങൾ രണ്ടുപേരും. ഈ നാച്ചുറൽ ആയിട്ട് ഞങ്ങളെ ചിരിപ്പിച്ചതിനുള്ള ആ നാച്ചുറൽ ആയിട്ടുള്ള ബാറ്ററി ചാർജ് നമുക്കിനി കാണാം അല്ലേ? ബാ. 25,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. 25,000 rupees. യെസ്, ചൂട് അവര് നേരെ പോട്ടെ ചേച്ചി, അവരുടെ വിഷമമൊക്കെ തീർക്കാൻ വേണ്ടി. വേണ്ട, ഇനി വിഷമൊന്നുമില്ല. അല്ല ഇതിപ്പോ സന്തോഷമാണല്ലോ. അതെ, ഇത് ഇനി സന്തോഷം മാത്രമേ ഉള്ളൂ. 25. ഗുഡ് ജോബ്, വെൽ അപ്രീഷിയേറ്റിംഗ്. നല്ലൊരു തീരുമാനമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ സന്തോഷം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.